വാർത്തകളിലേക്ക്. തൃശൂരിലെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നെന്ന ആരോപണവുമായി തൃശൂർ സ്വദേശി പ്രസന്ന അശോകൻ. തങ്ങൾ പോലും അറിയാതെ 6 വോട്ടുകൾ തങ്ങളുടെ മേൽവിലാസത്തിൽ ചേർത്തെന്നാണ് പ്രസന്നയുടെ ആരോപണം. പൂങ്കുന്നത്തെ ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെന്റിലെ ഇവരുടെ ഫ്ളാറ്റിന്റെ മേൽവിലാസത്തിലാണ് വോട്ടുകൾ ചേർത്തത്. പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്നും പ്രസന്ന പറഞ്ഞു. അങ്ങനെയൊന്നും അറിയില്ലായിരുന്നില്ല. ഇവിടെ ഇലക്ഷൻ നടക്കുമ്പോൾ ഇവിടെ പ്രശ്നം ഉണ്ടായി എന്നൊക്കെ പറയുന്നത് കേട്ടു. പക്ഷെ ഇതിന്റെ പേരിലാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നില്ലേ. 6 എന്നാണ് പറഞ്ഞത്. 6 പേര് നമ്മൾ അറിയുന്നതല്ല, ഞങ്ങളുടെ ബന്ധുക്കാരുമല്ല. പിന്നീടാണ് ഉണ്ടായിരുന്നത് ഇങ്ങനെ കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് കണ്ടിട്ട് ഇതിന്റെ പേരിൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പരാതിയിൽ ഒപ്പിട്ട് തരാൻ പറ്റുമെന്ന് വെച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണെന്ന് നമ്മുടെ എത്തിക്കുന്ന ആരും പിന്നെ വന്നിട്ടില്ല. പിന്നെ ഇപ്പോഴാണ് പാർട്ടിക്കാരായിട്ട് ഞാൻ അന്വേഷിച്ചിട്ടൊന്നും നമുക്കറിയില്ല. പിന്നെ നമ്മുടെ എത്തിക്കൊന്നും വന്നിട്ടില്ല. അനീഷ് ആന്റണി ചേരുന്നു വിവരങ്ങളുമായി. അനീഷ്, പരാതി നൽകിയിട്ടും നടപടിയില്ലെങ്കിൽ ഇത് അത്രത്തോളം മുഖവുരക്കെടുക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. കാരണം കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഈ ഒരു ആരോപണം ഉയർത്തിയതിന് പിന്നാലെ പരാതി നൽകൂ, അല്ലെങ്കിൽ തെളിവ് സഹിതം പരാതി നൽകൂ, തങ്ങൾ അന്വേഷിക്കാം എന്നുള്ളതായിരുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതോടൊപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒക്കെ തന്നെ പറഞ്ഞത്. ഇപ്പോൾ ഈയൊരു കേസിൽ പരാതി നൽകിയിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകുന്നില്ല. എന്താണപ്പോൾ ഇനി അങ്ങോട്ട് ഈ പ്രസന്ന മുമ്പിൽ കാണുന്നത്? അനീഷ്, കാളിദാസ്, നമുക്കറിയാം രാഹുൽ ഗാന്ധിയുടെ വലിയ വെളിപ്പെടുത്തിന് പിന്നാലെയാണ് ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് വിവാദം വലിയ രീതിയിൽ ചൂടുപിടിക്കുന്നത്. ഇതിന് ചൂടുപിടിച്ചാണ് തൃശ്ശൂരിലും ഇത്തരത്തിൽ LDFും UDFും വലിയ രീതിയിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നുവെന്ന ആരോപണവുമായി രംഗത്തെത്തിയത്. ഇതിനെയെല്ലാം BJP ശക്തമായി എതിർക്കുകയായിരുന്നു. വോട്ടർ പട്ടികയിൽ യാതൊരുവിധ ക്രമക്കേടും BJP നടത്തിയിട്ടില്ല. കൃത്യമായി മേൽവിലാസത്തിൽ അവർ നിർദ്ദേശിക്കുന്ന, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് തങ്ങൾ വോട്ട് ചേർത്തിട്ടുള്ളതെന്നാണ്. എന്നാൽ അതിനെയെല്ലാം ഖണ്ഡിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പൂങ്കുന്നത്തുള്ള ഈ വീട്ടമ്മ പ്രസന്ന അശോകൻ എന്ന് പറയുന്ന വീട്ടമ്മ രംഗത്തെത്തിയിട്ടുള്ളത്. പൂങ്കുന്നത്തെ ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെന്റിൽ 4 സിയിലാണ് ഈ പ്രസന്ന വാടകയ്ക്ക് താമസിക്കുന്നത്. ഇവർക്ക് കഴിഞ്ഞ തവണ പൂച്ചിന്നിപ്പാടത്തായിരുന്നു ഇവരുടെ വോട്ട്. ഇതിൽ പ്രസന്നയുടെ വോട്ട് മാത്രമാണ് ഈ തൃശ്ശൂരിലെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നെന്ന ആരോപണത്തിൽ തൃശ്ശൂർ സ്വദേശി തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രസക്തമായ കാര്യമെന്നുള്ളത്. കാരണം തെളിവ് സഹിതം പരാതി നൽകിയാൽ അന്വേഷണം നടത്തും എന്നുള്ളത് തന്നെയായിരുന്നു ഈ രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുകളെല്ലാം അറിയിച്ചത്. അതിന് പിന്നാലെ ഈ രാഹുൽ ഗാന്ധിയുടെ ആ ഒരു പത്രസമ്മേളനത്തെ വിമർശിക്കുന്ന തരത്തിലുമൊക്കെ തന്നെ ചില പ്രതികരണങ്ങൾ സമൂഹത്തിലൊക്കെ ഉണ്ടായി. ശേഷം അതിലെത്രത്തോളം വസ്തുതയുണ്ട് എന്നുള്ളത് പരിശോധിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. അതിൽ രാഹുൽ ഗാന്ധി സൂചിപ്പിച്ചത് തെളിവില്ല എന്നുള്ള തരത്തിലുമൊക്കെ ചൂണ്ടിക്കാട്ടി സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. തൃശ്ശൂരിലേക്ക് എത്തുമ്പോഴും ഇത്തരത്തിലുള്ള ഈ ഒരു ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ളതൊരു ആരോപണം ശക്തമായിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ തൃശ്ശൂർ സ്വദേശിയുടെ തന്നെ ഒരു പരാതി അടക്കം വരുന്നത്. അതായത് 6 വോട്ടുകളാണ് ഈ തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള പ്രസന്ന അശോകന്റെ മേൽവിലാസത്തിൽ ചേർത്തതെന്നാണ് ആരോപണം പ്രധാനമായിട്ടും ഉള്ളത്. നടപടി എന്തുകൊണ്ട് കൈക്കൊള്ളുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സംഭവത്തെ സംബന്ധിച്ച് പ്രധാനമായിട്ടും നമുക്കറിയേണ്ടത്. അനീഷ്, തുടർന്നോളൂ. പോലെ രാഹുൽ ഗാന്ധിയുടെ വലിയ രീതിയിലുള്ള വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് ഈ വോട്ടർ പട്ടികയിൽ അനധികൃതമായി വോട്ട് ചേർത്തെന്നുള്ള ഒരു വിവാദം ചൂടുപിടിക്കുന്നത്. അതിനെ ചൂടുപിടിച്ചാണ് തൃശ്ശൂരിലും ഇത്തരത്തിൽ ഈ വോട്ടർ പട്ടികയിൽ വലിയ രീതിയിലുള്ള ക്രമക്കേട് നടന്നുവെന്ന് ആരോപിച്ച് ആദ്യം VS സുനിൽകുമാർ രംഗത്തെത്തുന്നത്. പിന്നീട്
UDF ഉൾപ്പെടെ തൃശൂർ DCC പ്രസിഡന്റ് ഉൾപ്പെടെ ഇതേ ആരോപണമായി രംഗത്തെത്തിയിരുന്നു. പക്ഷെ ഇതിനെല്ലാം എതിർത്താണ് BJP രംഗത്തെത്തിയത്. അതായത് തങ്ങൾ നിയമാനുസൃതം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിച്ച് മാത്രമാണ് ഇവിടെ വോട്ട് ചെയ്തിട്ടുള്ളത്. വ്യാജമായി ആരെയും വോട്ട് ചേർത്തിട്ടില്ല എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ ദിവസം BJP ജനറൽ സെക്രട്ടറി, സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉൾപ്പെടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. എന്നാൽ അതിനെയെല്ലാം ഖണ്ഡിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഒരു വീട്ടമ്മ തൃശൂർ മണ്ഡലത്തിലെ പൂങ്കുന്നത്ത് ഒരു ഫ്ളാറ്റിൽ, ക്യാപിറ്റൽ വില്ലേജ് എന്ന് പറയുന്ന ഫ്ളാറ്റിൽ വാടകയ്ക്ക് താമസിക്കുന്ന പ്രസന്ന അശോകൻ രംഗത്തെത്തിയിട്ടുള്ളത്. ഇവർ ഈ ഫ്ളാറ്റിലെ അപ്പാർട്ട്മെന്റ് 4C-യിലാണ് താമസിക്കുന്നത്. ഇവരുടെ വിലാസത്തിൽ ഇവരറിയാതെ 6 വോട്ടുകൾ കൂടി കയറിക്കൂടി അനധികൃതമായി ചേർത്തു എന്നാണ് ഇവർ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത്. നേരത്തെ ഇവർക്ക് ഇവരുടെ കുടുംബാംഗങ്ങൾക്കും പൂച്ചുണ്ണിപ്പാടത്തായിരുന്നു വോട്ട്. ഇവർ മാത്രം ഈ പൂങ്കുന്നത്തെ ഫ്ളാറ്റിലേക്ക് മാറി. ഇവർ മാത്രമേ അവിടെ ആ പറയുന്ന വിലാസത്തിൽ വോട്ടുള്ളൂ. ഇവരോ അല്ലെങ്കിൽ ഇവരുടെ ഫ്ളാറ്റ് ഉടമയോ അറിയാതെയാണ് ഇത്തരത്തിൽ 6 വോട്ടുകൾ അനധികൃതമായി കയറിക്കൂടിയത്. പക്ഷേ വോട്ടർ പട്ടിക പരിശോധിച്ചാൽ 9 വോട്ടുകൾ ഇത്തരത്തിൽ ഇവരുടെ മേൽവിലാസത്തിൽ അനധികൃതമായി കയറിക്കൂടി എന്നാണ് പറയുന്നത്. അതായത് ഇവർക്ക് മുൻപരിചയമില്ലാത്ത, ഇവരുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളാണ് ഇവരുടെ വിലാസത്തിൽ വോട്ട് ചെയ്തത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. തത്വത്തിൽ പറഞ്ഞാൽ വ്യാജ വോട്ട് അല്ലെങ്കിൽ കള്ള വോട്ട് എന്ന് വേണം അതിനെ മനസ്സിലാക്കേണ്ടത്. ഈ ഘട്ടം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചുരുങ്ങിയ ദിവസങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിൽ ഈ കാര്യങ്ങൾ ഇങ്ങനെ അനധികൃതമായി 9ഓളം പേർ ഇവരുടെ വിലാസത്തിൽ കയറിക്കൂടി എന്നുള്ള കാര്യം രാഷ്ട്രീയ പ്രതിപക്ഷ പാർട്ടികൾക്കൊക്കെ മനസ്സിലാകുന്നത്. അതായത് ഫൈനൽ വോട്ടർ പട്ടിക പുറത്തിറങ്ങിയതിനു ശേഷം സ്ലിപ്പ് കൊടുക്കാനായി പ്രവർത്തകർ വീടുകളിലേക്കും ഫ്ളാറ്റുകളിലേക്കും ഒക്കെ എത്തും. അപ്പോഴാണ് ഈ കാര്യം മനസ്സിലാകുന്നത്. ഈ വിവരം ചൂണ്ടിക്കാട്ടി അന്നത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനായിട്ടുള്ള തൃശൂർ ജില്ലാ കളക്ടർക്ക് ഈ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ പരാതി കൊടുത്തു. പക്ഷേ കളക്ടർ പറഞ്ഞത് വോട്ടർ പട്ടികയിൽ പേര് വന്നാൽ തങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു മറുപടി ആണ് പറഞ്ഞത്. എന്തായാലും ഈ സുനിൽകുമാറിന്റെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും DCC പ്രസിഡന്റെയും ഉൾപ്പെടെയുള്ള രാഹുൽ ഗാന്ധിയുടെ ഉൾപ്പെടെയുള്ള വലിയ രീതിയിലുള്ള വെളിപ്പെടുത്തലിനെ സ്ഥിരീകരിക്കുന്ന രീതിയിലാണ് വീട്ടമ്മയുടെ ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ വന്നിട്ടുള്ളത്. എന്തായാലും ഈ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള ഒരു വലിയ കോളിളക്കം തന്നെ ഒരുപക്ഷെ ഈ തൃശൂർ മണ്ഡലത്തിൽ വന്നേക്കാം. ഇതുമായി ബന്ധപ്പെട്ട ഈ പാർട്ടികൾ, പ്രതിപക്ഷ പാർട്ടികൾ CPM-ഉം അതുപോലെ തന്നെ കോൺഗ്രസും ഉൾപ്പെടെയുള്ള പാർട്ടികൾ ആരോപിക്കുന്നത് വ്യാപകമായി തൃശ്ശൂരിലെ വിവിധ ഫ്ളാറ്റുകളിൽ, അടഞ്ഞുകിടക്കുന്ന ഫ്ളാറ്റുകളിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ വോട്ടുകൾ ചേർത്തു. മണ്ഡലത്തിന് പുറത്തും ജില്ലയ്ക്ക് പുറത്തും നിന്നുള്ള നിരവധി ആളുകളെ ഉൾപ്പെടെ ഇവിടേക്ക് എത്തിച്ച് ഇത്തരത്തിൽ ഒഴിഞ്ഞു കിടക്കുന്ന ഫ്ളാറ്റുകൾ അഡ്രസ്സായി കാണിച്ച് ഇതിലേക്ക് വോട്ടുകൾ ചേർത്ത് വോട്ടിങ്ങിന് ശേഷം പല ഫ്ളാറ്റുകളിലും ഈ താമസക്കാർ, അതായത് ഇവർ അവിടെ താമസിക്കുന്നു എന്നുള്ള വാടക രസീത് വേണം, ഇവരുടെ അഡ്രസ്സിൽ കൈപ്പറ്റുന്ന കത്ത് ഉൾപ്പെടെ രജിസ്റ്റേർഡായിട്ടുള്ള ഒരു കത്ത് വേണം. ഇതൊക്കെയാണ് ഇത്തരത്തിൽ തെളിവുകളായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകേണ്ടത്. ഇവർ അവിടുത്തെ താമസക്കാരാണെന്നുള്ളത്. അങ്ങനെയുള്ള ആളുകൾ ഈ വോട്ടിന് ശേഷം പലരും ഇവിടം വിട്ടുപോയിരിക്കുന്നു. പലരും ഈ അഡ്രസ്സിൽ താമസക്കാരായില്ല എന്നുള്ളൊരു വ്യാപക പരാതി LDF-ഉം UDF-ഉം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉന്നയിച്ചു. അതിനെയൊക്കെ സ്ഥിരീകരിക്കുന്ന രീതിയിലാണ് ഈ വീട്ടമ്മയുടെ തന്നെ വെളിപ്പെടുത്തൽ. തങ്ങളറിയാതെ തങ്ങളുടെ അഡ്രസ്സിൽ 6-8 പേർ വോട്ട് ചെയ്തു പോയി എന്നുള്ളൊരു വലിയ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. വീട്ടമ്മ പറയുന്നത് 6 വോട്ട് അനധികൃതമായ ഇത്തരത്തിൽ ചെയ്തു എന്നാണ്. പക്ഷേ വോട്ടർ പട്ടിക പരിശോധിച്ചാൽ 9ഓളം പേർ ഇത്തരത്തിൽ വോട്ട് ചെയ്തെന്നുള്ള ഒരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തണം എന്നുള്ള ഒരു ആവശ്യം കൂടി പാർട്ടി പ്രവർത്തകർ നേതൃത്വം ഉൾപ്പെടെ ഉന്നയിക്കുന്നു. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇരു വിഭാഗത്തിന്റെയും, അതായത് LDF-ന്റെയും UDF-ന്റെയും ഉന്നത നേതാക്കൾ ഔദ്യോഗികമായി ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. അവർ ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും പരാതികളും ഒക്കെ നൽകാനുള്ള സാധ്യതയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം ഒരുപക്ഷെ വന്നേക്കാം. എന്തായാലും വലിയ രീതിയിലുള്ള വെളിപ്പെടുത്തലാണ് പൂങ്കുന്നത്തെ വീട്ടമ്മ പ്രസന്ന അശോകൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്. കാളിദാസ്.